പറയുന്നത് രണ്ടു വാക്ക് പറഞ്ഞു തുടങ്ങും. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. അപ്പോൾ വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞങ്ങൾ ഈ സിനിമ തിരയിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കോൺഫിഡന്റ് ആയിട്ട് പലയിടത്തും പല വരികളിലും തള്ളിയതാണെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഞങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഷോകൾ ഇന്നലത്തേക്കാൾ ഷോസ് ഇന്ന് കൂടി. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും എറണാകുളത്തും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും മഴയുണ്ടായിട്ട് കൂടി ഒരുപാട് പ്രേക്ഷകർ സിനിമയെ സ്നേഹിച്ചും അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ബുക്ക് അല്ലാതെ ഒരുപാട് നിറഞ്ഞ സദസ്സുകൾ സിനിമ ഓടുമ്പോൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബാക്കി ഞങ്ങളുടെ നായകനായ ധ്യാൻ തന്നെ പറയും. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അത് നമ്മൾ നിങ്ങളുടെ കൂടെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നലെ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ, കോവിഡ് തിരിച്ചു വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. ആദ്യമായിട്ട് ഇതുപോലൊരു സ്ഥാനം വരുമ്പോൾ പലതും വരുമല്ലോ. അപ്പൊ അങ്ങനെ വിജയവും തിരിച്ചു വരും. അപ്പോ സന്തോഷം, ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ വെച്ചത്. അപ്പോൾ ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോകുന്ന ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാലോ. കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്ന് പോകാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ, കാരണം നമ്മളുടെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസ് ഒക്കെ തന്നെ, നൈറ്റ് ഷോസും ഡേ ഷോസ് ഒക്കെ നമുക്ക് ഹൗസ്ഫുൾ ആണ്. ഓൾമോസ്റ്റ് ഓൾ കേരള നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്. അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഏറ്റവും സക്സസ് റേറ്റ് ഉള്ള ബാനറാണ് മലയാളത്തിൽ. അപ്പോൾ അവര് നമ്മളെ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയോഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇന്ദ്രനീലും രാഹുലുമാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ്. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ അവരിതിനു മുന്നേ ആരുടെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടോ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ചേച്ചി സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ ധൈര്യം കഴിഞ്ഞ ദിവസം ആരോ ചേച്ചിനോട് ചോദിക്കുകയും ചെയ്തു, പുതിയ സംവിധായകർ നമ്മളെപ്പോലത്തെ ഒരാൾ നടൻ, അപ്പൊ എന്റെ ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്നത് ചോദ്യം വരും. അപ്പൊ ചേച്ചി അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പോ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിന്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ എബോവ് ആവറേജിന് മുകളിൽ, അല്ലെങ്കിൽ വെരി ഗുഡ് അബോവ് ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന് കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന ഒരു സിനിമ അഭിപ്രായം വരുന്നത് വലിയ കാര്യമാണ്. അപ്പം ഇപ്പൊ തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും. ഒരു 90% ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. റിവ്യൂസ് ആയിക്കോട്ടെ, ക്രിറ്റിക്സ് ആയിക്കോട്ടെ, നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ആരും ഒരാളെ തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തൊരു എഫേർട്ടിന്, അല്ലെങ്കിൽ ഇവരെല്ലാവരുടെയും ഒരു ടീം എഫേർട്ടാണ്, ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. ചേച്ചി കൊടുക്കും. ഒരുപാട് സന്തോഷമുണ്ട്. സിനിമയ്ക്ക് നല്ല ഫീഡ്ബാക്ക് ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നല്ല റിവ്യൂസാണ്. ഇന്നലെ ഷോസൊക്കെ നന്നായിട്ട് പോയി, നന്നായിട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങളുടെ അടുത്ത അറ്റംപ്റ്റ് നന്നായി തോന്നുന്നു. പ്രേക്ഷകർ രണ്ടായിട്ട് സ്വീകരിച്ചു. ഒരുപാട് പ്രേക്ഷകരോട് നന്ദിയുണ്ട്. താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത്യാവശ്യം നല്ല ഓക്യുപ്പൻസി ഉണ്ട്. കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ നിങ്ങളാണ് എത്തിക്കേണ്ടത്. സോ എല്ലായിടത്തും ഒപ്പീനിയൻ പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു.
ഇന്റർവ്യൂവിൽ പറഞ്ഞൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. എനിക്കൊന്ന് ഇന്നലെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ ഒക്യുപ്പൻസിനേക്കാളൊക്കെ കൂടുതൽ ഒരുപാട് പേര് കണ്ട് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചതിലൊക്കെ തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു വാട്സപ്പിൽ എന്നുള്ള ലെവലിലെങ്കിലും എല്ലാവരും മിനിമം പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ കണ്ടു അവിടുത്തെ ഷോസ് ഹൗസ്ഫുള്ളായിരുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അവിടെ നല്ല റെസ്പോൺസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ കണ്ട് ഇവിടെയുള്ളൊരു വേർഡ് ഓഫ് മൗത്ത് ആണല്ലോ പൊതുവെ അങ്ങോട്ട് സ്പ്രെഡായി അവിടെ ഫുൾ ആവാൻ സഹായിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ നല്ലൊരു അഭിപ്രായമുണ്ട്. സോ ഹാപ്പി. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ ഡീസൻറ്റ് വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സോഫിയ മാമിൻ്റെ ധൈര്യത്തെക്കുറിച്ച്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. നല്ല ബുക്കിങ്സൊക്കെ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സ്ക്രീൻ പ്ലേസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധ്യാനം എക്സൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ തന്നെ സിനിമ കാണാമെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം തിയേറ്റർ വാച്ച് തന്നെ ചെയ്തെടുത്തേക്കുന്ന സിനിമയാണ്. അത്രയും ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിവ്യൂസും ഫീഡ്ബാക്കും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രനാൾ സപ്പോർട്ട് ചെയ്തോളെ തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമയും നല്ല രീതിയിൽ വരാനായിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒന്ന് വേർഡ് ഓഫ് മൗത്തിൽ കൂടിയാണ് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇപ്പോൾ സിനിമയുടെ റിവ്യൂസും ഫീഡ്ബാക്സ് ഒക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. നല്ല സിനിമയാണെന്ന് കണ്ട അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിലുള്ള സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. സിബി സംസാരിക്കും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിബിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പ്രോജക്റ്റ് ഞാൻ അത്യാവശ്യം ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ 1.5-2 വർഷത്തോളം എനിക്ക് ഗ്യാപ്പാണ്. മ്യൂസിക് ഡയറക്ഷൻ ബേസ് ഞാൻ വേറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് വന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു. 2 കാര്യങ്ങൾ അങ്ങനെയൊന്നും നാക്കണ്ട. അല്ല അങ്ങനെയൊന്നും അല്ല, അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല. കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ വെറുതെ ഗീർവാണം വിട്ടിട്ട് കാര്യമില്ല. കാരണം സിനിമയാകുമ്പോ അത് ഓടും, ചിലത് ഓടാതെ പോവും. അപ്പൊ ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണല്ലോ. അപ്പൊ അതിനിടയിൽ ചില സിനിമകൾ ഓടും, ചില സിനിമകൾ നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു, ചില സിനിമകൾ ഇടക്ക് ഓടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല. ഒരു സിനിമ ഒന്നിൽ ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നു മാത്രം. കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല, അല്ലെങ്കിൽ ചിലത് ഓടാം, മുൻകൂർ ഓടും. അല്ല ചുമ്മാ അല്ല അങ്ങനെയല്ല. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ. കേക്ക് മുറിക്കുക, സക്സസ് സെലിബ്രേഷൻ, സക്സസ് പ്രസ് മീറ്റുകൾ. ഇപ്പൊ അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി, അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞു സക്സസ്. അപ്പൊ എന്തായാലും സന്തോഷം, അത്രേ ഉള്ളൂ. താങ്ക് യു. ആ വാ. കണ്ടിട്ടുണ്ടോ ചേച്ചി? അറിയില്ല. അല്ല, ബേസിൽ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല. അത് എന്നോടല്ല, നിങ്ങൾ പറയണം. ബേസിക്കലി ഒരു ക്രിയേറ്റിവ്നെസ് നമ്മുടെ കയ്യിൽ വേണം തോന്നി. അപ്പോൾ അതിൽ പണ്ട് 90 സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഷാക്ക് എന്ന് പറഞ്ഞൊരു കോമൺ സംഭവം കിട്ടി കൊടുക്കാന്നേ ഉള്ളൂ. അല്ലാതെ അത് ഷിപ്പായിട്ട് അല്ലെങ്കിൽ റോഷാക്കാൻ അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ നമുക്ക് ബേസിക്കായിട്ട് കിട്ടാനുള്ള സാധനമാണ് ഈ ഷാക്കിന്റെ ഒരു കഷ്ണം. സോ അത് കിട്ടുന്നു കൊടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം ഇതിന്റെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. സോ ആദ്യം നമ്മുടെ സീനിയർ ആക്ടറിനൊക്കെ ആയിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷേ ഫൈനലി സ്ക്രിപ്റ്റ് കുറച്ച് ചേഞ്ച് വരുത്തിയപ്പോൾ ധ്യാനേട്ടൻ ടീമായിട്ട് നോക്കി ധ്യാനേട്ടൻ അപ്രോച്ച് ചെയ്തു. പുള്ളി ഓക്കെ പറഞ്ഞു. കിടപിടിക്കുന്ന അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവസാനത്തെ
ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഇതിൽ ശരിക്കുള്ള നായകൻ സിജുചേട്ടനാണ്. എന്താ ഈ പേര് മാത്രമേ ഉജ്ജ്വലെന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മള് ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ സിജുചേട്ടനാണ്. അല്ല അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സിജുചേട്ടനാണ്. നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും. സാധാരണ നായകനാണല്ലോ ശക്തി മാത്രമേ ഉള്ളൂ, ബുദ്ധി വേണ്ടത്. അല്ലല്ല, ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല, കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല. അതിനു വേണ്ടിയിട്ട് സിജുചേട്ടൻ. അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സിജുചേട്ടനാണ് ഇവിടുത്തെ നായകൻ. രണ്ട് എക്സ്പീരിയൻസ് ആണ്. അതെ, ഇന്റർവ്യൂ വേറെ, സിനിമയിലെ കഥാപാത്രമല്ലേ. ഇപ്പോൾ ധ്യാനാണെങ്കിൽ ഇന്റർവ്യൂവിൽ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇന്റർവ്യൂവില് തമാശകള് സിനിമയില് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ഇസ് ഡിഫറെന്റ്, സിനിമയിലെ കഥാപാത്രം ഇസ് ഡിഫറെന്റ്. അപ്പോൾ അവിടെ കാരണം ഇത് ഇതിനിടയിൽ കുറെ പേര് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ഇതൊരു നാട്ടുമ്പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും, കാരണം കുറച്ച് 1-2 പേരിൽ പറയുന്നത് കേട്ടു ഇതിൽ ഹ്യൂമർ ഒന്നുമില്ലല്ലോ, കോമഡി ഒന്നുമില്ല. നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം. അതിൽ കുറച്ച് കാരിക്കച്ചറീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. കാരണം ഇതൊരു കോമഡി പടമല്ല. ഒരു പോയതിനു ശേഷം സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ്. അതൊന്നും എടുത്ത് പറയണം തോന്നി. അത്ര അല്ല, എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ്. അപ്പൊ അവരോട് ചോദിക്കണം, എനിക്ക് എല്ലാ റോളും ഒരുപോലെ അല്ലേ? എടോ ധ്യാൻചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോ ധ്യാൻ ഏതാ അതെ അങ്ങനെ ഒരു ആഗ്രഹം നീ അല്ലല്ല ചോദിച്ചാൽ കറക്റ്റല്ലേ? അല്ല, എനിക്ക് അങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനൊരു സിനിമ ഒരു കഥ വരുമ്പോൾ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര് മുസ്ലിം ബുക്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആസ് ആക്ടർ. ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിന്റെ കൂടെ നിൽക്കുക, അവരുടെ ഒരു കൺവിക്ഷനോട് നിൽക്കുക. അപ്പൊ അവരുടെ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ 2 ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ ന്യൂ ഏജ് അവർ പുതിയ ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ ആണെങ്കിൽ പേഴ്സണലോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ. ഞാൻ മേ ബി സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിലാണ് എനിക്ക് ലവാക്ഷനൊക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസും. ഈ പറയുന്ന പോലെ 2 ആഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നും ഇല്ല. അപ്പൊ പടം ഓടുക, അത്യധികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ഓടിയാൽ സന്തോഷം, ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു നടനുണ്ടെന്ന് കണ്ടത് ആദ്യം വിനീതേട്ടനായിരുന്നു. അത് പ്രൂവ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. ഇപ്പൊ തുടരെ ഞാൻ അഭിനയിച്ചുകൊണ്ട് പടം മോശമാവുന്നില്ല. പക്ഷെ ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തു. ഞാൻ ചേട്ടന് ഒരു പേഴ്സണലി പടം പേഴ്സണലി ഒരു പടം എത്ര പടം ആക്ടിങ് ചെയ്തിട്ട് ഒരു ആക്ടിങ്ങിനോട് പാഷൻ തോന്നാത്തതിന്റെ കാരണം എന്താണ്? അല്ല, എനിക്ക് പണ്ട് പോലെ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ള ഒരു സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് തന്നെ ഞാൻ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയതും. അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ. പിന്നെ തിര ചെയ്തു. തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിലിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു. കപ്പ്യാര് അജു നീരജ് ഉള്ളത് കൊണ്ട് ചെയ്തു. ഒരേ മുഖം സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു. പിന്നെ ഗൂഢാലോചന അതേപോലെ അജുവും ബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു. അങ്ങനെ
ഈ സിനിമകളൊക്കെ ഉണ്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ്. അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി. പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ ഒക്കെ. അപ്പൊ എനിക്ക് പണ്ട് മുതൽ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്, എനിക്കിപ്പോ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റൂ, നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് നല്ലത് വരുമ്പോ, നല്ല കഥകൾ വരുമ്പോ അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു, ഇപ്പൊ ഉജ്ജ്വലൻ വന്നു, നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും എഴുതി. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ്. അപ്പൊ അത് നമ്മളിലോട്ട് എത്തുക എന്ന് പറയുന്നത്, കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും. ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ, ഞാൻ സ്ഥലത്ത് പറഞ്ഞു, എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത്. ആദ്യം അവർ ആലോചിക്കുക ദുൽഖറിന് ചെയ്യാൻ വേണ്ടിയായിരിക്കും, പിന്നെ അത് താഴെത്തി ആരും ചെയ്യാതെ വരുമ്പോ നമ്മളിലേക്ക് എത്തും. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും. അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കരിയർ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വാഭാവികം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്തു. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിന്റെ ഒരു ബാനറിലൊരു സിനിമ വരുമ്പോൾ അവര് സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ, കാരണം ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിലൊരു സിനിമ വരുന്നു, അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞ, ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്തത്, ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇവര് ഞാൻ നിരന്തരമായ ഫോണിലൂടെയും സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട്, അപ്പോൾ ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു, നന്നായി ചെയ്തു, അല്ല നല്ല രസമുണ്ട് കാണാൻ സിനിമയിൽ. അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ്. കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിന് മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ആ ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം, ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം. ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകരുടെ കേസിൽ കാണാത്തത് കൊണ്ട് ചില സിനിമകൾ, പിന്നെ അതിഥിയുമായിട്ട് കഥ നന്നാവണം, സിനിമ നന്നാവണം, ഓവറോൾ നന്നാവണം. ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെയാണ്. നെക്സ്റ്റ് ജാമ്പിയാണ്. നിങ്ങൾ അതിന്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സ് കണ്ടു കാണുമല്ലോ, ജാമ്പിയുടേത്. ഇത് കണ്ടപ്പോ കണ്ടിരുന്നോ? അതാണ് നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മൂവികളുണ്ട്. ടോട്ടൽ 5 ആവും. ഈ ഞാനിലേക്ക് തന്നെ വരാനുള്ള കാരണം നേരത്തെ ഞാൻ ചോദിച്ചത്, ഞാനെ വെച്ച് ചലഞ്ചിങ് അല്ലേ ആയിരുന്നോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ വീക്കെൻഡ് ഇന്ന നടനെ വെച്ച് ചലഞ്ച് അങ്ങനെ ചിന്തിക്കില്ല. നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന ആക്ട് ഇതിന് സൂട്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ല നമ്മൾ അതിൻ്റെ അത് വേറെ ചിന്തിക്കാറില്ല. അത് മാത്രല്ല, വീക്കെൻഡ് നടനപ്പുറം ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്ത ബാനറും കൂടിയാണ്. മനസ്സിലായില്ലേ? ഇപ്പം RDX ആയിക്കോട്ടെ, കൊണ്ടലായിക്കോട്ടെ, ഇതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക്. അപ്പോൾ ആ രീതിയിൽ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല, പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പലരുടെയും. അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവരെ ഒരു എന്താ പറയുക, ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് ആ ബ്ലൈൻഡായിട്ട് ഒരു ക്യാമ്പിൽ എടുക്കുന്നത്. അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം പറഞ്ഞാൽ, മിന്നൽ മുരളി ഞാനും ഡിറ്റക്റ്റീവ് ഉജ്ജലുമായിട്ട് ഒരു കോമ്പിനേഷൻ ഫിലിം ഉണ്ട്, അതായത് മിന്നൽ മുരളി 2 അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ഉജ്ജലിന്റെ 2ാം ഭാഗം വരുമ്പോൾ രണ്ടാമത് നോക്കിക്കോ എന്നുള്ളൊരു ചോദ്യം വരും. നമ്മളിപ്പം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി. സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത 3 മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുന്നതായിരിക്കും. അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെയാണ് അതിന്റെ ഡിസ്കഷൻ ഉണ്ട്. ഞാൻ ചെന്നപ്പോൾ എക്സ്പീരിയൻസ്
അങ്ങനെ പറയില്ല. ഇന്റർവ്യൂ എക്സ്പീരിയൻസ് വിത്ത് അങ്ങനെ പറയില്ല. ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഞാൻ പുള്ളി പേഴ്സണലായിട്ട് കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനകത്ത് തമാശ കലർന്ന അല്ലെങ്കിൽ തമാശ വേണമുള്ള ഉത്തരങ്ങൾ പറയുന്നത് അതല്ലല്ലോ. പുള്ളി നടന്നുള്ള രീതിയിൽ മികച്ച നടൻ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് പുള്ളി നല്ലൊരു എഴുത്തുകാരനാണ്. പക്ഷെ എന്തായാലും ഇച്ചിരി മടി പിടിച്ച് എഴുതുന്നില്ല. പുള്ളിന്റെ അടുത്ത് എനിക്ക് ഒന്ന് 2-2.5 വർഷം മുമ്പ് പറഞ്ഞുള്ള സബ്ജക്ട്സിന്റെ ഇതിവൃത്തം ഞാൻ പറയുന്നില്ല. പക്ഷെ അതുപോലെ നല്ല 1-2 സബ്ജക്ട് പുള്ളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്കൊന്ന് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്നത് ഞാൻ മിനിമം പറഞ്ഞു. അപ്പൊ ആ ഒരു ക്രാഫ്റ്റൊക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ പല ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്തു. അമിതമായിട്ട് ടേക്സ് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ. ആ ഒരു ക്വാളിറ്റി പുള്ളിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ടെക്നീഷ്യനായിട്ടും പുള്ളി ശോഭിക്കട്ടെ. അല്ലാതെ ഇത് മറ്റേ ചോദ്യം തന്നെ ഒരു സുഖമില്ലാത്ത ചോദ്യം. ഇന്റർവ്യൂവിൽ ഒരു മനുഷ്യൻ എന്താ അന്യമല്ലോ നല്ലത് മനസ്സിലായി, പണ്ട് മനസ്സിലായി. എപ്പോഴും എക്സ്പീരിയൻസ് കണ്ണൂർ സ്ക്വാഡിൽ എനിക്കൊരു റോൾ ഉണ്ടായിരുന്നോ? എനിക്ക് കണ്ണൂർ സ്ക്വാഡ് ആ റോളാണ് പുള്ളി ചെയ്തത് അല്ലേ? സ്കൂൾ വേഷം ഉണ്ടായിരുന്നാണ്. പക്ഷെ പുള്ളി തടി കുറയ്ക്കാനൊക്കെ പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞുകൂടി പിന്നെ ഇപ്പൊ മൂവി കാണുമ്പോ പല സ്ഥലത്തും ശ്രീനി സാറിന്റെ മാനറിസംസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പല ഷോട്ട്സിലും. അത് അറിഞ്ഞുകൊണ്ടിട്ടതാണോ അതോ ഔട്ട് കണ്ടപ്പോ ചേട്ടന് ഫീൽ ചെയ്തായിരുന്നോ? അല്ല, എന്റെ അച്ഛനല്ലേ, ചിലപ്പോ അങ്ങനെ തോന്നിയേക്കാം. എന്നെ ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ഒരാളാണ് കേട്ടോ അവള്. താങ്ക് യു. തൊട്ടപ്പുറത്ത് ഐശ്വര്യം, നീയും താങ്ക് യു. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ടക്ക് രാത്രിയാ പോയത് അല്ലേ? ഫസ്റ്റ് ടൊവിനേക്കാളും ഇഷ്ടം എന്നെയാണെന്നും പറഞ്ഞു അല്ലേ? അതെന്താ പറഞ്ഞല്ലോ അല്ലേ? അതെ. എന്താ നിനക്കറിയണ്ട അച്ഛനെ പോലെ സാമ്യം തോന്നിയോ? ആ അല്ലല്ല, അത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞ ഇടയിൽ BGMI ഒരു പരസ്യം ചെയ്തിരുന്നു. സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ സ്പൂഫ് മറ്റേ സാധനം. അപ്പൊ അന്ന് ഞാൻ അനൂപാണ് ഡയറക്ട് ചെയ്തത്. സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ അനൂപ് എന്നോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം. സാധാരണ അച്ഛന്റെ മാനേഴ്സ് കൂടുതലും അച്ഛന്റെ ഛായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത്. അപ്പോ അനൂപ് എന്നോട് ചോദിച്ചു ഇങ്ങനെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാന്നുള്ള സാധനം. പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ അതിന്റെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് തോന്നി ട്രെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പ് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ 1-2 പേര് എന്നോട് പറയുകയും ചെയ്തു. അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ട് ചോദിച്ചു അച്ഛനും ഇതിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞോന്ന് പറഞ്ഞു. എന്താ സിനിമയുടെ പേര്? ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് സിനിമയുടെ ചോപ്പി ചേച്ചിന്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിന് മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയില്ല, അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മ അച്ഛൻ ഈടായിട്ട് സിനിമ കാണാനേ പോകാറില്ല, പ്രത്യേകിച്ച് എന്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ചിത്രപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോകും, അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ ഞാൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സിനിമ കാണാൻ വരും 2 പേരും. അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസനൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുക, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കല്ല. എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, ഇവന്റെ അത്രയും വരുന്നില്ല. നമുക്കിതിപ്പോ സിനിമ കാണുമ്പോ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഒരു സിനിമ കഴിയുമ്പോ അടുത്ത സിനിമ ചെയ്യുമ്പോ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു വർഷം 13-15 സിനിമകൾ മിനിമം ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തതില് ഞാൻ നടികറിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സിൽ 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണേ. അപ്പൊ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ 4 സിനിമ 4 സിനിമയുള്ള ഞാൻ ഫുൾ ലെങ്ത് ഉള്ള സിനിമകൾ.
ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചില്ലറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോ 13-14 ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് 4 എല്ലാം എന്റെ തലയിലിടരുത് കേട്ടോ. ഞാൻ ചോദിച്ചതാണ് ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ ഇത്ര ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും പുതുമുഖ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. ഒരു നടനെ സംബന്ധിച്ച് ഒരു സിനിമകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം. അപ്പൊ ഞാനെന്ന് പറയുന്ന നടൻ എന്നുള്ള രീതിയിൽ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ധ്യാനല്ലേ ചോദിക്കേണ്ടത്? അല്ല, നിങ്ങളുടെ അടുത്താണ് ചോദിക്കുന്നത്. ധ്യാനിന്റെ ഇത്തരം വളർച്ച കാണുമ്പോൾ അസൂയ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എനിക്ക് ചോദ്യം മനസ്സിലായില്ല എന്താണ്. ഞാൻ പറയട്ടെ, ഇതിപ്പോ ഓരോ ആക്ടേഴ്സും ഞാൻ ആസ് ആൻ ആക്ടർ എനിക്കൊരു വിഷയമുണ്ട്. ഞാൻ എങ്ങനെ എത്തണം അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷയം എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഞാൻ ഒരു വിഷൻ കണ്ടിട്ടുണ്ട്. ധ്യാനിന്റെ വിഷൻ അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകളുടെ അപ്രോച്ച് ചെയ്യുന്നത്, ഇനി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മറ്റു കഥാപാത്രങ്ങൾക്ക് സാമ്യം ആവുന്ന ഇതൊക്കെ ഉണ്ടാവില്ല. ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു വർഷം ഇത്ര സിനിമ ചെയ്യുമ്പോഴേ അത് ചോദിക്കും. എന്നോട് ചോദിക്കുകയാണോ? ധ്യാനടുത്തല്ലേ ചോദിക്കേണ്ടത്? എടാ നാളെ നീ ഒരു സിനിമ ചെയ്യാണ് വിളിക്കുകയാണെങ്കിൽ ഞാൻ വരുവാ, അതിന്റെ കഥയെല്ലാം കൂടുതലെങ്കിൽ പോലും അത്രേ ഉള്ളൂ. അതാണ് ആ ഒരു ബന്ധത്തിന്റെ പുറത്തല്ലേ അല്ലേ? ദൈവൻ എന്നോട് ചാൻസ് ചോദിച്ചു, നീ അഭിനയിക്കാൻ വന്ന ഞാൻ പറഞ്ഞില്ലേ ഓക്കെ എന്ന്. നീ തന്നെ തിരിഞ്ഞു പോകും. ആ അപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ, അതിലൊരു ബന്ധം. നാളെ സിനിമയിൽ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ. നാളെ റോണി ചേട്ടൻ കണ്ണൂർ സ്കോഡ് 2 വിളിച്ചാൽ ഞാൻ പോകും. ഇതല്ലേ നമ്മള് പുതിയ ഡയറക്ടേഴ്സ് ആദ്യമല്ലല്ലോ, ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് നമ്മളിപ്പോൾ സിനിമ ചെയ്തു. RDX ആയാലും അപ്പം അത് പുതിയ ഡയറക്ടർ, അത് വലിയ ബഡ്ജറ്റ് മൂവിയായിരുന്നു, അത് നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു. അത് മെയിൻ ആക്ടേഴ്സ് അല്ലല്ലോ അതിലും അഭിനയിച്ചത്. ഇവര് അന്ന് ഇവരുടെ കഥ പറഞ്ഞ് നമുക്ക് ഒരു മീൻസ് അത് ഇഷ്ടപ്പെട്ടു, അവരിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കഥയ്ക്ക് അനുയോജ്യമായ ആക്ടർ നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ 1-2 ആക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ 3 പേരായിരുന്നു നമ്മൾ അതിലുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ധ്യാനം സംസാരിക്കുന്നത് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ധ്യാനോട് പറയുന്നത് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ധ്യാനൊന്ന് കേൾക്കണം. അത് കേട്ടു, ഞാൻ ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ഉണ്ടായത്. പിന്നെ ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്, ധ്യാൻ റെഡിയാണ്, നമ്മൾ ചെയ്യുള്ളൂ. അതില് ചാൻസ് ചോദിച്ചാൽ വരാമെന്നാണ് ഞാൻ നടക്കൂലോട്ടോ. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടില്ല. ഒരു പടം റെഡിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ ഫ്ലോപ്പടക്കാണ്. അതെ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛനെ 500 സ്ക്രിപ്റ്റ് എഴുതരാന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? എവിടെ സ്ക്രിപ്റ്റ് എവിടെ? നിങ്ങളല്ലേ മധ്യസ്ഥ തന്നത്? സ്ക്രിപ്റ്റിൽ പുള്ളി എഴുതരാന്നല്ലേ പറഞ്ഞത്? തയ്യാറായിട്ട് ചോദിക്കും, പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോദിക്കും. ആ സ്ക്രിപ്റ്റ് ആണ് ഞാൻ സോമിച്ചിട്ട് ബാനറിൽ ചെയ്യാൻ വന്നത്. ഓക്കെ ഓക്കെയാണ് ഓക്കെ. നമ്മളപ്പോഴത്തേക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവല്ലേ. അവര് വിളിച്ചാൽ സംസാരിക്കും, വിളിച്ചില്ലെങ്കിലും വിഷമമില്ല. അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായല്ലോ, പിന്നെ അവർ അതുമായിട്ട് മുമ്പോട്ട് പോവല്ലേ. അതേ ഉള്ളൂ, നമുക്ക് സന്തോഷമാണ്. പിന്നെ നമ്മളുടെ ഒരു മൂവി കൂടെ അവർ വലിയൊരു ഡയറക്ടർ ആവുന്നത് നമ്മള് പ്രൊഡ്യൂസറാണല്ലോ എപ്പോഴും റിസ്ക് എടുക്കുന്നത്. അതിൽ വിജയിച്ചു വരുമ്പോൾ അവരുടെ കഴിവുണ്ട്. ഡെഫിനറ്റ്ലി അത് ഫ്യൂച്ചറിൽ വിളിക്കാത്തവരൊന്നും ഇഷ്ടമല്ല.
കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് വല്ലാത്ത വിഷമത്തിലേക്ക് വേണം എത്തിയത്. വലിയ ഇടപെടലുകൾ ഉണ്ടായി. പിന്നെ ആ ഒരു സിനിമയ്ക്ക് അവരെ സമീപിക്കണമെന്നോ അവരുമായിട്ട് ഈ ഒരു കൈകോർത്തും സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. ഇൻഡസ്ട്രിയിൽ എല്ലാ പിണക്കവും ടെമ്പററി ആണല്ലോ. നമ്മൾ ആരും പെർമനന്റ്ലി ഒന്നും കൊണ്ട് നടക്കില്ലല്ലോ. ചിലപ്പോൾ ഞാനും പിണക്കും വീണ്ടും സിനിമ ചെയ്യില്ല. ഞങ്ങൾ അല്ല ചേച്ചി, സിനിമ ചെയ്തതിനു ശേഷം പടം കണ്ടേ. അത് ചെയ്യണം അതിന്. അതുകൊണ്ട് ഇവിടെ ഒന്നും പെർമനന്റ് അല്ലല്ലോ. ആ സമയത്ത് ഞാൻ ചേട്ടാ ജയിലർ വന്നപ്പോ കറക്റ്റ് ഒരു ജയിലർ കൊണ്ടുവന്ന ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തഗ് ലൈഫ് വരുമ്പോ അതില് ഞാന് അല്ല അത് ചേട്ടൻ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ മലയാളത്തിൽ ഇത്ര ധൈര്യമുള്ള ഒരു നടക്കുള്ളൂ കാര്യമായിട്ട് സത്യം ഇതായിക്കോട്ടെ. അല്ല ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത് നമ്മുടെ സുഹൃത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ബാലു എന്ന് പറഞ്ഞിട്ട്. അവനാണ്, പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു അര ദിവസത്തേക്ക് ഞാൻ ചേട്ടാ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും, അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയല്ലേ. അതല്ല, ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു 2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളെന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അവരെ ഉപയോഗിച്ചോട്ടേടാ. നന്ദി. എന്താ അതല്ല, ഒരു കാര്യം ചോദിക്കണം. എയർക്രാഫ്റ്റിൽ തലക്കെന്താ പ്രശ്നം പറ്റിയത്? അതാണ് എയർക്രാഫ്റ്റിൽ എനിക്ക് പ്രശ്നം പറ്റിയില്ല. അവന് മറ്റേ സ്റ്റൊമക്കിന്റെ സർജറി പറഞ്ഞു. അങ്ങനെ എന്തോ ചോദ്യം ചോദിക്കാൻ സോഷ്യലി കമ്മിറ്റഡ് പറയണോ? ആരെങ്കിലും പറയുന്നേ പറ. ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. റോൺസെറ്റിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കോമഡി ആണെങ്കിലും വർക്ക്ഔട്ട് ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി കൺവേ ആയിട്ടുണ്ട്. ചേട്ടന് അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് ഇവർ തന്ന ഒരു കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, കുറെ മാസം വെറുതെ ഇരുന്നോണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി. അതാണ് ഒരു സത്യം. എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു, ചൂസ് ചെയ്ത് അവസാനം എന്റെ അടുത്ത് എത്തിയില്ലേ. ഞാൻ പടങ്ങളൊക്കെ വരുമ്പോഴേ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ചില സജഷൻസ് പറയും. എന്റെ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ തന്നെ തെരു പറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് വരണം പടങ്ങൾ ചെയ്തു പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ കുറച്ച് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ദ്രദീപിന്റെ അടുത്ത് പടം തുറന്നതിന്റെ തലേദിവസം ഞാൻ പറഞ്ഞു മീശ പരിപാടി, കണ്ണൂർ സ്ക്വാഡിന്റെ ആ ഒരു പരിപാടി മോൾഡൻ ബ്രേക്ക് മീശ എടുക്കുന്ന പരിപാടി അവര് പറഞ്ഞാണോ ഞാൻ പറഞ്ഞാണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഒരു മാട്രസ് നമ്മൾ അത് ചെയ്തു വെച്ചത്. എഡിറ്റിലൊക്കെ നമ്മൾ കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമ്മൾ തല ചെയ്യുന്നതും പിന്നെ മീശ ഇല്ലാത്ത മീശ നമ്മൾ ചെയ്യുന്നതും അങ്ങനെ. പിന്നെ അതും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓർഡി മോഡായി പോണ സമയത്ത് വളരെ എന്റെ ഒരു അനുജനെ പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിളിക്കേണ്ടവര് ഓവറാട്ടോ കുറച്ചോളം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് കൂടുതലൊക്കെ നല്ലല്ലോ, നമ്മൾ കൂടുതൽ കോ ആക്ടർ പറഞ്ഞു തരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറാമാൻ നമ്മുടെ കണ്ണൂർ സ്ക്വാഡിന്റെ ഡയറക്ടറായിരുന്നു. ഇവര് നമ്മൾ ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പൊ പല കൊള്ളാതെ ചെയ്തിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കറിയാം. മൂവി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ഇഷ്ടം വന്നൊരു പോലീസുകാരുടെ കറക്റ്റായിട്ട് കൺവേ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ആ ഒരു കുറെ നാളെ വീട്ടിലിരുന്നുണ്ടോ അത് കൊള്ളാം. അല്ല ഞാൻ മൂന്നാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു, CPO ആയിരുന്നു. ഇതിന് ജഗന്റെ മൂവിയിൽ അത് ഇറങ്ങിയിട്ടില്ല. അതിൽ SA ആയിട്ടാണ്, പ്രൊബേഷൻ പീരീഡിൽ വരുന്ന SA ആയിട്ടാണ്. ഇതിപ്പോൾ CA ആയി. അപ്പോൾ ഇരുത്തം വരുമല്ലോ കോൺസ്റ്റബിളിൽ നിന്ന്. ഇവിടെ SA ആയി, ഇപ്പോൾ CA ആയി. അതിന്റെ ഇരുത്തം നന്നായിരിക്കും. ഇരുന്നിട്ട് അയച്ചായിരിക്കും സീസണൊക്കെ കഴിഞ്ഞ ആ ചോദ്യമൊക്കെ ഔട്ടായി പോയി. നമ്മള് അത് എവിടെയാ ഇത് മോളെ ഇതൊക്കെ സെൻസർ ചെയ്ത് ഇവിടെ സെൻസർ ബോർഡൊക്കെ ഉണ്ട്.
ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് 16+ എന്നൊക്കെ അല്ലേ, റേ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത് സിനിമയിൽ. അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള ഉത്തരമൊക്കെ കുറെ പേര് അതായിട്ട് ഓടി ഉത്തരങ്ങളല്ലേ, അത് ഞാൻ എടുത്തിന് വീണ്ടും പറയണം. എന്താ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ സ്വാധീനിക്കാം. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഇവിടെ ഉള്ള പത്ര ആൾക്കാരെടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടോ? ഉത്തരം കിട്ടിയില്ലേ? ഇത്രയും പേരെ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല, നിങ്ങളെ സ്വാധീനിച്ചോ? ഒരു ഗ്രാമം മൊത്തം കത്തിച്ച ആളാ. മമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രിയൊക്കെ പോയിട്ട് രാത്രി 7:30 മനുഷ്യൻ പാവം. നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ, എന്നെ സ്വാധീനിച്ചിട്ടില്ല. കഴിഞ്ഞു, നമുക്ക് കിട്ടി ഉത്തരം. രണ്ടും ഉണ്ട്. ചിലപ്പോ നമുക്ക് ഉഴപ്പാം, പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചിലപ്പോ നമ്മളിപ്പോ ഞാനും അജു അല്ലെങ്കിൽ സിജ് ചേട്ടൻ അല്ലെങ്കിൽ നിവിൻ ചേട്ടനൊക്കെ ഉള്ള സെറ്റ് ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഹൈ ചാൻസസ് ഓഫ് ഉഴപ്പിന് സാധ്യതയുണ്ട്. കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പ് ചിലപ്പോൾ കണ്ടെന്ന് വരും. പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാണ് കൺട്രോൾ സംവിധായകൻ എന്തായാലും ഉണ്ടാവും. അത് എന്റെ ചേട്ടന്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട്, ബേസിലുണ്ട്, അവിടെ നീരജുള്ള ദിവസമുണ്ട്. നമ്മള് ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് കൊടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും. ഇപ്പോ നിവിൻ ചേട്ടൻ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു, അങ്ങനെ എത്ര മണിക്കാണ് ഇവിടെ ഷൂട്ട്? അപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വരും. 6 മണിക്ക് 6 മണിക്ക് പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോ 6:10 അവിടെ വന്നിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോ അവിടെ അതുപോലെ ഒരാളുണ്ടാവുമ്പോ കറക്റ്റ് അനുസരണം അവിടെ വരും. അപ്പോ ഇവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ ശ്രമിക്കും, വലിയ പരാജയം സംഭവിക്കുന്നു. നിർമ്മാതാക്കൾ സംഘടനയിലോ പറയുന്നുണ്ട്, തിയേറ്ററോട് പറയുന്നത് സെലക്ട് ചെയ്ത് പ്രത്യേകം സുഹൃത്തുക്കളുടെ വലയത്തിലാണ് നമ്മൾ ചെയ്യാറുണ്ട്. സെലക്ട് ചെയ്ത കാര്യത്തിൽ ഞാൻ പുറകോട്ട് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു, സ്വയമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. സ്ക്രിപ്റ്റുകൾക്ക് ഒരു ബലമില്ലെങ്കിൽ സ്ക്രിപ്റ്റുകൾ പരാജയം പോയതായിട്ട് സംഭവിക്കാറുണ്ട്. അതെന്താ സംശയം? അതല്ലേ ഫൗണ്ടേഷൻ. ഇതിൽ ഉത്തരം ഉണ്ടല്ലോ. നമ്മൾ അഭിനയിച്ച സിനിമകൾക്കൊന്നും അതില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരുമിച്ച് അഭിനയിച്ചു. അത് വളരെ സത്യസന്ധമല്ലേ? നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു, എന്തിനാണ് നമ്മൾ ഒരുമിച്ച സിനിമ? നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്തല്ലേ? അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചു, ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾ ചോദിച്ചോ? ഞാൻ ചോദിച്ചോ? സ്ക്രിപ്റ്റിന്റെ ഫലത്തിനെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. ബന്ധങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പോകുന്നത്. അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വലിയ വലിയ ബാനറുകളാണല്ലേ. അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. നമ്മൾ അവരെ വിശ്വസിച്ച് പോകുന്നു. ചേച്ചി ഇത് കേട്ടു, അപ്പൊ എനിക്കൊരു 90% ഓക്കെയാണ്. കാരണം ചേച്ചി പോലത്തെ ഒരു ബാനറിന് ഇത്രയും സക്സസ് റേറ്റുള്ള ഒരു ബാനർ കേൾക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവര് ഇതിന് കാശ് കൊടുക്കുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ വിശ്വസിച്ചിട്ടില്ലേ നമ്മൾ പോകുന്നത്. ഇത് പാളിപ്പോകുന്ന എവിടെയാ? എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പാളിപ്പോവാം അല്ലെ, പടം ഷൂട്ടിനിടയിൽ പാളിപ്പോവാം, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ സ്ക്രിപ്റ്റ് അതുപോലെ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പാളിപ്പോവാം. ഏത് ഘട്ടത്തിൽ വേണം പാളിപ്പോവാം. പിന്നെ ചില സിനിമകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ ഒരു സിനിമ എത്തുന്നുള്ളൂ. യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം. അപ്പൊ അത് വലിയ വലിയ എന്താ പറയണ്ട, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പൊ ഇന്നിപ്പോ ഈ വർഷം ഇറങ്ങിയ എത്ര സിനിമകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ, ഞാൻ ആസിഫായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോളുടെ ബർത്ത്ഡേക്ക് ഒരുമിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ സർക്കിറ്റ് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. ഓക്കെ, ഇവിടുത്തെ റിവ്യൂസ് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ട് തിയേറ്ററിൽ ആള് വന്നില്ല? എന്താണ്, നല്ല സിനിമ വന്നു, നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നപ്പോൾ പുള്ളിക്ക് അതിന് വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എന്നോട് പറയുന്നത് ആള് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? നല്ല സിനിമയാണ്, ഇവിടുത്തെ റിവ്യൂസും ക്രിറ്റിക്സ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടും തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പൊ കുറഞ്ഞു ഭയങ്കരമായിട്ട്. അത്രയും ചൂസ് ചെയ്യുക ആൾക്കാർ. സിനിമ നന്നായതുകൊണ്ട് കാര്യമില്ല, അതിന്റെ എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാൽ മാത്രമേ ഒരു സിനിമ ഇതുള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ. തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ. അപ്പൊ അതിലുള്ള എക്സെപ്ഷൻ ആണ് പ്രിൻസ് പോലത്തെ സിനിമകൾ. കാരണം അതൊരു കുടുംബ ചിത്രമാണ്. സാധാരണ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, കാരണം പ്രിൻസിന്റെ വിജയം എന്ന് പറയുന്നത് സാധാരണ കുടുംബ ചിത്രം. പക്ഷെ ദിലീപേട്ടന്റെ ഒരു ആവറേജ് സിനിമ പോലും, ഒരു ആവറേജ് ആയാൽ തന്നെ ദിലീപേട്ടന്റെ പടം ഹിറ്റാണ്. കാരണം കുടുംബ ജനപ്രിയനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആവറേജ് സിനിമ വന്നാൽ തന്നെ മലയാളത്തിൽ അത് ഹിറ്റാണ്.
ഇപ്പൊ ഈ സിനിമ ഇപ്പം ഇത്രയും ആൾക്കാർ വരാൻ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു സാധ്യത വെച്ചാൽ ഇതിനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം ഇതൊരു ഓർഡിനറി സിനിമയല്ല, ഇത് വെൽ മെയ്ഡ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്നതും നമ്മൾ എടുത്തു പറയുന്ന കാര്യം അതാണ്. അപ്പൊ ആ രീതിയിൽ ഇന്നത്തെ സിനിമക്ക് ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ വേണോ? എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. നമ്മുടെ സിനിമയ്ക്കാണ് നല്ല റിവ്യൂസ് ആണ് സാധനം ഒരു മോശം ഞാൻ ചെയ്യുന്നത് നിലയിലേക്ക് വരെ പറയുന്നത് നമ്മള് അതിനകത്ത് സന്തോഷമാറാകുന്നത് ഞാൻ ഉൾപ്പെടെ ഞാൻ സന്തോഷമാണ് തന്നെ. പക്ഷെ ആ സിനിമയും വേണ്ടത്ര രീതിയിലേക്ക് തിയേറ്ററുകൾ ആളുകൾ എത്തുന്നുണ്ടോ എന്ന് അതാ പറഞ്ഞത്. അതിനു വേണ്ടിയാണല്ലോ നമ്മളിപ്പോ ഈ സക്സസ് മീറ്റും ഇതെല്ലാം ഇതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിൽ ആൾക്കാരെ കൊണ്ടുവരാനും ആൾക്കാരെ അറിയിക്കാനും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നിപ്പോ ഇവിടെയുള്ള പലരും കണ്ടു, ഇതിലുള്ള എത്രയോ പേരിനോട് പറഞ്ഞു ചേട്ടാ കൊള്ളാന്ന് പറയുന്നു, ഇവരൊരു 10 പേരെടുത്ത് പോയി പറയുന്നു. ഈ പറയുന്ന വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമ ഇന്ന് വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആൾക്കാർ 10 പേര് കണ്ട ആൾക്കാർ അടുത്ത 10 പേരെടുത്ത് പറയുമ്പോൾ അവര് പോയി കണ്ട് കാര്യമുള്ളൂ. കാരണം ഒരു പരിധി വരെ ഒന്നും ക്രിറ്റിക്സിനോ റിവ്യൂസിനോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് റിവ്യൂസിനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധി കൂടുതൽ. അത് ഞാൻ പറഞ്ഞത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണം എന്നില്ല, എനിക്ക് ഇഷ്ടമാകുന്ന സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് ഇതിന്റെ ഒരു കാര്യമില്ല, നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കേസ്. ഇല്ല ഞാൻ അത് ദിലീപേട്ടൻ സിനിമയല്ല, ദിലീപേട്ടനും കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസം അതൊക്കെ ഉള്ളൂ ആ സിനിമയിൽ. ഞാനിങ്ങനെ പറയും, ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലോ മൂവി എടുക്കാന്നുള്ളത്. സൈഡിൽ നിന്നായാലും ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്നായാലും അത് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റിയ സംഭവമാണ്. വലിയ പൈസ മുടക്കിയ സിനിമകളുടെ ഓഡിയൻസ് കേടുന്നില്ല യാത്രയിൽ പറഞ്ഞത്. അപ്പൊ അതൊരു ഇഷ്യൂ തന്നെ അല്ല. ഇപ്പൊ എല്ലാരും ഇത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ, ഇൻഡസ്ട്രിയിൽ ഇത് നടക്കുന്നത്. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അല്ല അതെന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് ഇതായിട്ട് ഇപ്പം സമ്മർ ടൈമാണ്, ഏപ്രിൽ മെയ് അവധിക്കാലമാണ്. ഇപ്പൊ ജൂൺ കഴിഞ്ഞാൽ മഴ തുടങ്ങും, അല്ലെങ്കിൽ സ്കൂൾ തുറക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാർ, മൺസൂൺ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വരില്ല. അപ്പൊ ഈ സമ്മറിലെ സംബന്ധിച്ച സീസണാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ വരുന്ന സമയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയും കഴിഞ്ഞ എല്ലാ ആഴ്ചയും തന്നെ 4 സിനിമകൾ ഉണ്ട്. കാരണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതത് പ്രൊഡ്യൂസേഴ്സും അവരുമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ബാധ്യതയല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആ ബാനറും ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് ഇത് തീരുമാനിച്ച് അവരുടെ സിനിമ ഞങ്ങൾക്ക് ഈ റിലീസ് വേണം, നമുക്ക് ഈ സമ്മർ കഴിഞ്ഞു പോയാൽ തിയേറ്ററിൽ ആള് കയറില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവര് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവര് റിലീസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ ഒരുപാട് കൂടി. അത്രമാത്രം സിനിമകൾ ഈ വർഷത്തേക്ക് അത് കുറഞ്ഞു. പക്ഷെ കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം, കോവിഡിന് ശേഷമൊക്കെ ആൾക്കാർ, കാരണം എല്ലാവർക്കും ജോലി വേണ്ടേ, എല്ലാവർക്കും പണി വേണ്ടേ. കോവിഡിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ വളർന്നത് അല്ല, ഇതിനോടൊപ്പം അല്ലേ ഡിജിറ്റൽ വളർന്നു, ഓൺലൈൻ വന്നു, ഇതൊക്കെ ഈ വളർച്ചയൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ ആൾക്കാർക്ക് ജോലി വേണം, പുതിയ സിനിമകൾ സംഭവിക്കണം. അപ്പൊ അത്രമാത്രം കോവിഡിന് ശേഷം സിനിമകൾ പെരുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കൂടി. അപ്പൊ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല ഒരു വർഷത്തിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയും 3-4 റിലീസ് ഇതിന് ശേഷം വന്നു. അത്രയും അത് പിന്നെ കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വന്നു, OTT വന്നു, പാതി വഴിയിൽ നിന്ന് പോയ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT റിലീസുകൾ വന്നു. അപ്പോ ഈ ഡിമാൻഡും സപ്ലൈയുടെ മാറ്ററാണ് ഇത്. അപ്പോ ഇപ്പോ ഈ പറഞ്ഞ 7 റിലീസും ഇതൊന്നും അസോസിയേഷൻ ഇതിനകത്ത് ഒന്നും ചെയ്യാനുള്ള ഇതില്ല. അതത് ബാനറിൽ നിന്ന് ചെയ്യുക എന്നുള്ള മാത്രമേ. അതുമായിട്ട് വലിയ വിവാദങ്ങൾ വിജയബാബു എന്റെ സിനിമ ലാഭത്തിലാണ് നിങ്ങൾ കണക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞു. മേഡം അസോസിയേഷൻ്റെ ആളാണ്, കുഴപ്പമില്ല, ഒരു വ്യക്തിയൊക്കെ അത്തരം കണക്ക് കൊടുത്ത് സിനിമാ മേഖലയ്ക്ക് തകർച്ചയാണ് ഞാൻ സ്വയം കാണുന്നുണ്ട്. പല പ്രൊഡ്യൂസർമാരും തിരിച്ചു പോകും, പല സ്വപ്നങ്ങളും ഇല്ലാതാകും, സ്വപ്നങ്ങൾ ഇല്ലാതാകും.
അവരവിടെ നിന്ന് ഒരു പ്രൊഡ്യൂസറെ പിടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ട് നഷ്ടക്കണക്കുകൾ ലാഭത്തിലാണ് ജനുവരി സിനിമ ഇത്രയും ലാഭം വിറ്റടിച്ച സിനിമകളുള്ള ലോകമെമ്പാടും പറയുന്നു മലയാള സിനിമ. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ കണക്കുകൾ പറഞ്ഞത്. അത് മേടിച്ച സമയത്തോ അത് ബുദ്ധിമുട്ടുണ്ടാകും. ഈ സിനിമ ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. അവര് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് OTT ആദ്യം കോവിഡ് കഴിഞ്ഞപ്പോൾ OTT വന്നു ഒരു വലിയൊരു മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു മൂവ് ഉണ്ടാക്കി, ഒരുപാട് മൂവീസ് എടുത്തു. പക്ഷെ ഒരു പോയിന്റിൽ അവർ നിർത്തി. അപ്പം നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കുക അല്ലേ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം ഇതിപ്പം നമ്മളായാലും നേരത്തെ OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവി ഇറങ്ങുന്നതിന് മുന്നേ അവർ എടുക്കുമായിരുന്നു. ഇപ്പം ആരും എടുക്കുന്നില്ല. ഇപ്പം അവർ തിയേറ്ററിൽ റിലീസായി അതിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ കണ്ടിട്ട് അവർ എടുക്കുള്ളൂ. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എനിക്കതാ ഫീൽ ചെയ്തത്. കാരണം ഒരു ബിസിനസ്സിനെ അത് കംപ്ലീറ്റ്ലി അത് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകും. എല്ലാ മൂവിയും നമുക്ക് തിയേറ്ററിൽ ഓടി നമുക്ക് മീൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസറിനുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ OTT പ്ലാറ്റ്ഫോമും സാറ്റലൈറ്റും ആയിരുന്നു. നമുക്ക് OTT വന്നപ്പോൾ സാറ്റലൈറ്റിൻ്റെ നമുക്ക് കുറഞ്ഞു. ഇപ്പം എല്ലാ മൂവിയും സാറ്റലൈറ്റിൽ പോകുന്നില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം. ഈ സിനിമയുടെ തന്നെ കണക്ക് അടുത്ത മാസം കണക്ക് പുറത്തുണ്ടാവും. ബിസിനസ് നടക്കുന്നുണ്ടാവും. OTT ബിസിനസ് നടക്കാം, സാറ്റലൈറ്റ് ബിസിനസ് നടക്കാം, ഓവർസീസ് നടക്കാം. ഇതിന്റെ എല്ലാം കൂടി ഒരു കണക്ക് വിടുകയാണെങ്കിൽ അത് സിനിമ ഒരു പരാജയമായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ചേർക്കണം എന്നൊരു ആഗ്രഹമാണ്. അതൊരു ഗ്രൂപ്പ് അസോസിയേഷൻ എടുക്കുന്ന ഒരു തീരുമാനമല്ലേ. അപ്പം നമ്മൾ പേഴ്സണലി ഒന്നും നമുക്ക് അങ്ങനെ പബ്ലിക് എൻ്റെ തീരുമാനം ഇതാണ് എന്ന് എനിക്ക് പറയുന്നത് ശരിയാണ്. നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, ആ അസോസിയേഷൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ആഗ്രഹം. എന്താ എല്ലാ കണക്കും ഒരുമിച്ച് വിടണം. കുഴപ്പമില്ല. അതെന്റെ സ്വന്തം ഹെഡ്സെറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എന്താ പറയുന്നത്. അതെ ഇപ്പൊ ഇപ്പൊ ചോദിക്കട്ടെ അത് ഏതാണ് ട്രാക്ക് ഇട്ടത്? അത് എന്താ പാട്ടാണ്? മൈക്കിൾ ജാക്സൺ ഒരു അല്ലല്ല സിനിമയിൽ സിബി ഇതാണോ? നീയാണോ മൈക്കിൾ ജാക്സൺ? സിബി ഇതാണോ അത്? ഫസ്റ്റിലുള്ള സോങ് അല്ലേ? ആ ഫസ്റ്റും ഓക്കെ അത് ചെയ്ത ട്രാക്കാണ്. അല്ലാതെ ഇതൊക്കെ എന്തിനാണ് അവര് പറഞ്ഞു ഞാൻ വെച്ചു. ായിട്ടുള്ളൊരു കോംബോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ അപ്ഡേഷൻ ഒന്ന് പറയാമോ? അതുണ്ടോ? ഞാൻ എവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ അൻവർ റഷീദയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. എല്ലാവർക്കും ആഗ്രഹമാണല്ലോ. അത് ലാലേട്ടനും ആരായാലും നമുക്കൊന്നും തീരുമാനിച്ചിട്ടില്ല. മാസങ്ങളായിരിക്കും തീരുമാനിച്ചിട്ടില്ല. പ്രോജക്റ്റ് ഉണ്ട്, അത്രയും. ഇവിടെ ഒറ്റ ചോദ്യം. ഇവിടെ ഇപ്പൊ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലെയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ. നെഗറ്റീവ് ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വരാറില്ല. ആകെ ഒരു അശ്വിൻ ഗോപ്പൊക്കെയാണ് അത്യാവശ്യം ഒരു 90% എങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസർ ആണെങ്കിൽ ആ പടം OTT വെക്കണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മാൻ എന്ന സിനിമ. പൊന്മാൻ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിൽ പോയില്ല. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് മൂവീസിൽ ഒന്നാണ്. അല്ല ഐ മീൻ ഒരു കുറെ എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ഒരാളിലോ ഒരു പടവും ഇതുവരെ വന്നിട്ടില്ല. സുഹൃത്തെ ഞാൻ 90% പറഞ്ഞോളൂ. ഞാൻ കാണാറുണ്ട്. ഞാൻ അശ്വിൻ വർക്കിന്റെ റിവ്യൂ കാണാറുണ്ട്. എനിക്കത് വർക്ക് ആവാറുണ്ട്. ചിലതൊക്കെ, എല്ലാമല്ല. ഓക്കെ, അപ്പൊ ചോദ്യം ഒരു സിനിമ OTTയിൽ ഇറങ്ങിയാലാണ് അതിന്റെ കറക്റ്റ് റെസ്പോണ്ട് അറിയാൻ പറ്റുന്നുള്ളൂ. കാരണം അന്നേരമാണ് പ്രേക്ഷകരെല്ലാം കൂടുതൽ പേരും ആ സിനിമകൾ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് ട്രോളായിട്ടും അതിന്റെ റെസ്പോൺസ് വരാറുണ്ട്. അതായത് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്താണ് കറക്റ്റ് റിവ്യൂ എല്ലാവരും പറയാത്തതെന്നാണ് എന്റെ ചോദ്യം. ഒരു സിനിമ ഇറങ്ങുമ്പോൾ കറക്റ്റ് റിവ്യൂ ആരും കറക്റ്റ് പറയുന്നില്ല. അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്കും ഓരോ ബുദ്ധി ആലോചനയല്ലേ. അതൊക്കെ നീ ഇപ്പൊ എന്നോട് നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്ക് ഒരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റും. എന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയും പേരുണ്ടാവും? നമുക്ക് ഉണ്ടാവും. അതാ പറ, അത്രയേ ഉള്ളൂ റിവ്യൂവിന്റെ കേസിൽ. സിമ്പിൾ അല്ലേ? റിവ്യൂവിന്റെ കേസിൽ നീ ഒരാളെ വിശ്വസിക്കല്ലോ. റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോകുന്നത്? ചിലപ്പോ ആയിരിക്കും, നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രയേ ഉള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ? ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കും. റിവ്യൂ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് റിവ്യൂ എന്തിനാന്ന് എനിക്കറിയാം. നീ ചോദിച്ചെന്ന് വെച്ചാ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ നമ്മൾ OTTയുടെ കേസ് നീ ചോദിച്ചാല് OTTയിൽ വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയുമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. മനസ്സിലായില്ല? അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTTയിൽ, അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTTയിൽ വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ എനിക്കൊന്ന് അശ്വിന്റെ അടുത്ത് ആരുടെ തന്നെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വിൻ തന്നെ പറഞ്ഞു, ആരോ ഇത് റിവ്യൂവർ തന്നെ. അവൻ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ നമുക്ക് എല്ലാ പാളിച്ചുകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടില്ലേ പല സിനിമകൾ കാണുന്നത്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തത്? നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ഇത് ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരൊക്കെ പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണ്ട. നിനക്ക് കൊള്ളാൻ അത് അതിനെ കുറിച്ച് പറയണോ? വലിയ കൂടുമ്പോ അതും കൂടെ അവന്റെ നമ്പർ ഞാൻ അയച്ചു തരാം. അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനിടയിൽ നമുക്ക് ഏറ്റവും റിവ്യൂ, എല്ലാ റിവ്യൂയിലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരമായിരുന്നു. അത് ഈ സിനിമയിൽ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാവരും പറഞ്ഞു. ഞാൻ വായിച്ച കണ്ട എനിക്ക് അയച്ചു തന്ന റിവ്യൂസിലൊക്കെ തന്നെ എടുത്തു പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിംഗ് ഗംഭീരമായിരുന്നു. അവസാന വാക്ക് ഡോക്ടർ റോണി.
ഇതിനെ കാണാൻ പ്രത്യേകിച്ച് കാരണമൊന്നും നിങ്ങൾ തേടേണ്ട ആവശ്യമില്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് നല്ലതാണ്, അവരുടെ അഭിപ്രായം നല്ലതാണ്, പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ എനിക്ക് പറയാനുള്ളൂ. അടുപ്പുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുപ്പമുള്ള ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ KGF ചാപ്റ്റർ 1 ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ 2-ന്റെ അത്ര ഓടിയൊരു സിനിമയല്ല. ഞാനും ശരിക്കും OTT വന്നതിന് ശേഷം കണ്ടതാണ്. അപ്പൊ നമുക്കത് പിന്നെ OTT വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അത് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാൻ പറ്റാത്തൊരു സിനിമയാണ്. അപ്പൊ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതങ്ങനെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലിയും അതുപോലെ തന്നെ ടെക്നിക്കലും ഒക്കെ സൗണ്ട് ആയിട്ടുള്ള നല്ല പെർഫോമൻസിലുള്ള നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു.